തീർന്നതിൽ ദുഃഖമേയൂഴി ഏറെ സഹിച്ച എൻ ദിവ്യനാഥ, ഏറുന്ന ദുഃഖത്തിൽ പതറാതെ ഞാനെന്നും എല്ലാം ക്ഷമിക്കുവാൻ കൃപയരുൾക. ഏകനായി തീർന്നതിൽ ദുഃഖമേയൂഴിയിൽ ഏറെ സഹിച്ച എൻ ദിവ്യനാഥ. ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരെല്ലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാപുത്രൻ റൂഹായെ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. തെളിവായ എന്നുടെ നാഥാ നിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമെൻ പാവങ്ങൾ നിരയായ എന്നെ വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാദിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിൻ്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവൻ്റെ കാരണവും ആത്മാവിൻ്റെ പ്രത്യാശയും നീയാകുന്നു. ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. ഉന്നത നൃപനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. അന്ത്യമിഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ നാമത്തിന് സ്തുതി. കർത്താവേ, അഗാധത്തിൽ നിന്നെ ഞാൻ വിളിക്കുന്നു. കർത്താവേ, എന്റെ ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്കു രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ, എന്ന് ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാവങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ആദ്യം മുതൽ എന്നേക്കും ആമേൻ. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം.
നല്ലവനും കാരുണ്യവാനുമായ കർത്താവേ, ഞങ്ങളുടെ പ്രിയ അമ്മച്ചി ഏലിക്കുട്ടിയെ, ഈ അമ്മച്ചിയുടെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. അമ്മച്ചിയുടെ ചേതനയേറ്റ ശരീരത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഈ അമ്മച്ചി ജീവിച്ചിരുന്ന കാലത്ത് ചെയ്ത പ്രാർത്ഥനകളും അർപ്പിച്ച ബലികളും ചെയ്ത ദാനധർമ്മങ്ങളും എല്ലാം ഞങ്ങളിപ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഓർക്കുകയാണ്. വചനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു വൃക്ഷത്തെ അറിയുന്നത് അതിൻ്റെ ഫലത്തിൽ നിന്നാണ്. അമ്മച്ചിയുടെ മക്കളിലേക്ക് നോക്കുമ്പോൾ ഞങ്ങൾക്കറിയാം എത്രമാത്രം അങ്ങയെ സ്നേഹിച്ചും അങ്ങിൽ വിശ്വാസമർപ്പിച്ചും പ്രാർത്ഥിച്ചും ജീവിച്ച ഒരമ്മച്ചിയാണെന്ന്. അങ്ങനെയുള്ളവർക്ക് അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് സ്വർഗമാണ്. അപ്പോൾ ഇവിടെ അമ്മച്ചി സ്വർഗത്തിലെത്തി അമ്മച്ചിയുടെ ആത്മാവ് നിത്യമായി അങ്ങയുടെ മുഖം കണ്ട് ആനന്ദിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ജീവിതകാലത്ത് അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും കർത്താവെ പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് പരിഹരിക്കണമേ. അവിടുത്തെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. ഈ ആത്മാവ് സ്വർഗത്തിൽ നിത്യവിശ്രമം കൊള്ളുവാൻ അങ്ങ് ഇടവരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബാംഗങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. അമ്മച്ചിയിൽ നിന്ന് നല്ല പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതനുസരിച്ച് ജീവിക്കുവാനും അമ്മച്ചിക്ക് ലഭിച്ചതുപോലെ ഒരു ഭാഗ്യപ്പെട്ട മരണം ഞങ്ങൾ ഓരോരുത്തർക്കും ലഭിക്കുവാൻ അത് ലക്ഷ്യം വെച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, വിശുദ്ധരെ, മാലാഖമാരെ ഈ ആത്മാവിന് കൂട്ടായിരിക്കണമേ. സജീവവും ജീവദായകമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ എലിക്കുട്ടിയെ വിളിക്കുകയും നിന്റെ വലതു ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. കർത്താവെ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. സകലത്തിൻ്റെയും നാഥനും ദൈവവുമായ മിശിഹായേ, നിന്റെ കുരിശിൻ്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവരക്ഷയരായ കബറിടങ്ങളിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരിയെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ചങ്കുപാതുത്തും ഞാൻ സ്നേഹം പകർന്നവർ വഞ്ചിച്ചുവല്ലോ എന്നെയെന്നും. ചങ്കുപാതുത്തും ഞാൻ സ്നേഹം പകർന്നവർ വഞ്ചിച്ചുവല്ലോ എന്നെയെന്നും. ആശ്വാസമേകുവാനെത്തുമെന്നാശിച്ചോ ആകുലനെന്നെ തള്ളി പറഞ്ഞു. ആശ്വാസമേകുവാനെത്തുമെന്നാശിച്ചോ ആകുലനെന്നെ തള്ളി പറഞ്ഞു. ഏകനായി തീർന്നതിൻ ദുഃഖമീയൂഴി ഏറെ സഹിച്ച എൻ ദിവ്യനാഥ. ആർക്കായി ഞാനേറെ നൊമ്പരമേറ്റുവോ അവരെന്നെ കൈവിട്ടുവല്ലോ. ആർക്കായി ഞാനേറെ നൊമ്പരമേറ്റുവോ അവരെന്നെ കൈവിട്ടുവല്ലോ. ആർക്കായൻ ജന്മം മുഴുവൻ പകുത്തുവോ അവർ പോലും എന്നെ കൈവെടിഞ്ഞു. ആർക്കായൻ ജന്മം
മുഴുവൻ പകുത്തുവോ അവർ പോലും എന്നെ കൈവെടിഞ്ഞു. ഏകനായി തീർന്നതിൻ ദുഃഖമീയൂഴി ഏറെ സഹിച്ച എൻ ദിവ്യനാഥ. ഏറുന്ന ദുഃഖത്തിൽ പതറാതെ ഞാനെന്നും എല്ലാം ക്ഷമിക്കുവാൻ കൃപയരുൾക. ഏകനായി തീർന്നതിൻ ദുഃഖമീയൂഴി ഏറെ സഹിച്ച എൻ ദിവ്യനാഥ. മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു. മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു. നിന്റെ സമയം അറിയില്ലല്ലോ. ഉണർന്നിരിക്കൂ നിത്യവും നീ, നിന്റെ സമയം അറിയില്ലല്ലോ. ഉണർന്നിരിക്കൂ നിത്യവും നീ. മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു. ഭൂതലമൊരു സത്രം മാത്രം, സ്വർലോകമല്ലോ നിത്യഗേഹം. ഈ ഭൂതലമൊരു സത്രം മാത്രം, സ്വർലോകമല്ലോ നിത്യഗേഹം. മരണമീ മണ്ണിലെ അന്ത്യനിദ്ര വിണ്ണിലുണർന്നീടും പുണ്യനിദ്ര. മരണമീ മണ്ണിലെ അന്ത്യനിദ്ര വിണ്ണിലുണർന്നീടും പുണ്യനിദ്ര. മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വിശ്വാസകാരന്മാർക്കും തമ്പുരാന്മാരെയും വർദ്ധിച്ചിട്ടാണെങ്കിലും ഉണ്ടായിരിക്കട്ടെ. യാത്ര നിത്യത തേടും പുണ്യയാത്ര. ഈ ജീവിതമൊരു തീർത്ഥയാത്ര നിത്യത തേടും പുണ്യയാത്ര. നിത്യജീവൻ നേടാൻ
ദിവ്യമുദ്ര വേണം, ആത്മാവിൽ ദൈവീക മുദ്ര വേണം. നിത്യജീവൻ നേടാൻ ദിവ്യമുദ്ര വേണം, ആത്മാവിൽ ദൈവീക മുദ്ര വേണം. മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു. മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു. നിന്റെ സമയം അറിയില്ലല്ലോ. ഉണർന്നിരിക്കൂ നിത്യവും നീ, നിന്റെ സമയം അറിയില്ലല്ലോ. ഉണർന്നിരിക്കൂ നിത്യവും നീ, ഉണർന്നിരിക്കൂ നിത്യവും നീ, ഉണർന്നിരിക്കൂ നിത്യവും നീ. ലോകമേ എൻ്റെ ഗേഹമേ, ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. ലോകമേ എൻ്റെ ഗേഹമേ, ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. ഓർത്താലോ ലോക ജീവിതം ഒരു സത്രമല്ലയോ പാർക്കുവാൻ. ഓർത്താലോ ലോക ജീവിതം ഒരു സത്രമല്ലയോ പാർക്കുവാൻ. നേരമാകുമ്പോൾ സ്വന്ത വീടതിൽ ചേരുവാൻ നമ്മൾ പോകണം. നേരമാകുമ്പോൾ സ്വന്ത വീടതിൽ ചേരുവാൻ നമ്മൾ പോകണം. ലോകമേ എൻ്റെ ഗേഹമേ, ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. ലോകമേ എൻ്റെ ഗേഹമേ, ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. അല്പകാലമീ യാത്രക്കാർ നമ്മൾ പാരിൻ വീഥിയിൽ ഒന്നിച്ചു. തമ്മിൽ തമ്മിൽ നാം സ്നേഹിച്ചു. സുഖ ദുഃഖമേതുമേ പങ്കിട്ടു. എപ്പോൾ ദൈവം വിളിച്ചാലും അങ്ങ് പോകയെന്നതല്ലേ ചിതം. ഉണർവോ നിദ്രയോ ജോലിയെന്നല്ല, എപ്പോഴായാലും പോകണം. ഏതൊരാപത്തു വന്നാലും ഓടിയെത്തുന്ന പ്രിയ സ്നേഹിതരേ. ഏതൊരാപത്തു വന്നാലും ഓടിയെത്തുന്ന പ്രിയ സ്നേഹിതരേ. ഒറ്റപ്പെട്ടൊരു നേരത്തും വിട്ടു പോകാതെ കൂടെ നിന്നവരേ. ഒറ്റപ്പെട്ടൊരു നേരത്തും വിട്ടു പോകാതെ കൂടെ നിന്നവരേ.
നിന്നവരെ വീട്ടുവാനെനിക്കാകുമോ ആത്മഭാവമാ കടപ്പാടുകൾ? നിങ്ങളൻ ശവമഞ്ചം പേറുക, എന്നെ ദൈവത്തിനേകുക. എൻ്റെ ജീവന്റെ ജീവനാകുന്ന മക്കളെ പോയിടട്ടെ ഞാൻ. എൻ്റെ പ്രാണന്റെ ഭാഗമായി തീർന്ന എൻ സഖിക്കുമെൻ വന്ദനം. വിടരും മുൻപങ്ങ് വാടും പൂമൊട്ട് പോലവേ ഞാനും പോകുന്നു. യൗവനത്തിൽ ഞാൻ പോകുന്നതോർത്ത് നൊന്തു നീറേണ്ടൻ പ്രിയരേ. സ്വർഗസിയോനിൽ ഞാനിനിയൊരു സുന്ദര സൂനമാകട്ടെ. സ്വർഗതാതന്റെ നീതിഭൂവിലെ വാസകാലം അഗ്രാഹ്യമാ. പ്രായമേറിയ കാലത്ത് വീട്ടിൽ സ്ഥാനമില്ലാതായി തീർന്നപ്പോൾ, പ്രായമേറിയ കാലത്ത് വീട്ടിൽ സ്ഥാനമില്ലാതായി തീർന്നപ്പോൾ, പൊന്നുമക്കളെ നിങ്ങൾക്കായി ഞാൻ നൊന്ത കാലമങ്ങോർമിച്ചു. പൊന്നുമക്കളെ നിങ്ങൾക്കായി ഞാൻ നൊന്ത കാലമങ്ങോർമിച്ചു. മക്കൾ പോലും മറന്നല്ലോ എന്ന് ഓർത്തു കണ്ണു തുളുമ്പിപ്പോ. സാരമില്ലെൻ്റെ മക്കളെ നിങ്ങൾ ഒന്നും ഓർത്തിനി കേളേണ്ട. ജ്ഞാനമേകി വളർത്തിയ ഗുരു ഭൂതരെ വിട ചൊല്ലുന്നു. നല്ല മാതൃകയാലെ നൽകിയ ബോധനം മറക്കില്ല ഞാൻ. എൻ്റെ ഭാഗത്തുനിന്നെപ്പോഴെങ്കിലും നിന്ന വന്നെങ്കിൽ പൊറുക്കണേ. പൂക്കളേന്തിയൻ അന്ത്യയാത്രയിൽ നിങ്ങളും വന്നു കൂടണേ. വിട ചൊല്ലുന്നെൻ്റെ വീടിനോടുമെൻ നല്ലൊരാമയൽക്കാരോടും, എന്നെ നന്നായറിഞ്ഞു സ്നേഹിച്ച എല്ലാവർക്കുമെൻ വന്ദനം. എന്നെയോർത്തിനി കേഴല്ലേ മേലിൽ താണുമങ്ങല്ലേ പ്രത്യാശ. ഓർത്തുകൊള്ളുക നിങ്ങളും നാളെ കൂടെ പോരേണ്ടോരാണെന്ന്. പുനരുത്ഥാനവും ജീവനുമാം നാഥൻ എന്നെ തേടി വരുന്നിതാ. രക്ഷിക്കപ്പെട്ടോർക്കുള്ള പൊന്മൂടി കർത്തൻ നീട്ടുന്നെന്നേർക്കായി.
ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. നിത്യത തന്നിൽ പോകുന്നു ഞാൻ നിത്യനാം നാഥൻ്റെ അരികിലേക്കായി. നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥൻ്റെ സ്നേഹം വഴിയും വീട്ടിൽ. എന്നെയും കാത്ത് വഴി കണ്ണുമായി എൻ താതനവിടെ കാത്തിരിപ്പു. പോകട്ടെ ഞാൻ എൻ്റെ വീട്ടിലമോദമായി. പറയല്ലേ പ്രിയരേ അരുതേയെന്ന്. തടയല്ലേ ആരും മിഴിനീരിനാലെന്നെ തിരികെ വരാനെന്നെ വിളിച്ചിടല്ലേ. തമസിൻ്റെ കാലം കഴിയുമീ നേരം തേജസ്സിൻ മുഖമിന്നു കാണുന്നിതാ. നേരമാകുമ്പോൾ നിങ്ങളും വരണം താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം. നേരമാകുമ്പോൾ നിങ്ങളും വരണം താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം. താരാട്ടുപാടുമെൻ കന്യാമാതാവും താളം പിടിക്കും മാലാഖമാരും തമ്പുരു മീട്ടും വിശുദ്ധ ഗണവും തരളിതമാക്കുമെൻ ആത്മാവിനെ. തീരാത്ത സന്തോഷമോടെ താതൻ്റെ മടിയിൽ ഞാൻ തല ചായ്ച്ചിടും. തീരാത്ത സന്തോഷമോടെ താതൻ്റെ മടിയിൽ ഞാൻ തല ചായ്ച്ചിടും. നിത്യത തന്നിൽ പോകുന്നു ഞാൻ നിത്യനാം നാഥൻ്റെ അരികിലേക്കായി. നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥൻ്റെ സ്നേഹം വഴിയും വീട്ടിൽ. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. സൂര്യൻ മറയാത്ത സിയോനിൽ
സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. രണ്ട് 90 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചു. ദുഃഖ സുഖ സമ്മിശ്രമായ ഒരു ജീവിതം. യേശുവിലുള്ള ആഴമേറിയ വിശ്വാസം, ആ വിശ്വാസം അതാണ് തൻ്റെ വേദനകളും യാതനകളുടെ ഇടയിൽ തന്നെ ചേർത്ത് പിടിച്ചത്. തളരാതെ ഉറച്ച ബോധ്യത്തോടെ ധീരതയോടെ ജീവിതത്തെ നേരിട്ട ഒരു വിശുദ്ധയായ അമ്മ മക്കളെയും ജീവിത പങ്കാളിയുടെ വേർപാടിന് ശേഷം തൻ്റെ മക്കളെ 56 വർഷക്കാലം തൻ്റെ മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ സ്നേഹിച്ചു. വിശ്വാസത്തിൽ വളർത്തി ദൈവത്തെ കാട്ടിക്കൊടുത്തു. ദൈവത്തിൻ്റെ കൂടെ സഞ്ചരിച്ചു. പ്രാർത്ഥനയിലൂടെയും ധ്യാനങ്ങളിലൂടെയും എല്ലാം യേശുവിനെ അനുഭവിച്ചറിയാനും പങ്കുവയ്ക്കാനും ഒക്കെ സാധിച്ചു. ഇന്ന് അഭിമാനത്തോടെ പോകുകയാണ് തൻ്റെ ജീവൻ്റെ നാട്ടിലേക്ക്, ജീവൻ്റെ നാഥൻ്റെ അടുത്തേക്ക് സമ്മാനത്തിനായി. തീർച്ചയായും അമ്മച്ചിക്ക് സമ്മാനം ലഭിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. കാരണം ഒരു വിശുദ്ധയായ ഒരു സ്ത്രീയാണ്. നമുക്കൊക്കെ മാതൃക നൽകിക്കൊണ്ട് കടന്നു പോകുന്ന ഈ അമ്മയോർത്ത് അഭിമാനിക്കാം. വേർപാടിന് വേദനയായിരിക്കുന്ന മക്കൾ, കൊച്ചുമക്കൾ, പ്രിയപ്പെട്ടവരെ എല്ലാവരെയും പ്രത്യേകമായി ഓർക്കുകയും അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. നമുക്ക് തുടർന്നും അറിഞ്ഞുപറിയാതെ ചെയ്തു പോയ പാപകടങ്ങൾ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് സഭയുടെ നാമത്തിൽ ഒപ്പീസ് പാടി പ്രാർത്ഥിക്കാം. ഈശോയുടെ രോഗിലേപന കൂദാശയൊക്കെ ബോധപൂർവം സ്വീകരിച്ച് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം സ്വീകരിച്ച് സംതൃപ്തിയോടെയാണ് യാത്രയാകുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. കന്യയുടെ കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവനെ ആശ്രയിക്കുന്നതിന് വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷ ചെയ്യാൻ എൻ്റെ പ്രിയപ്പെട്ട ഈ ദാസിയെ ആശ്രയിക്കണമേ. ജീവൻ്റെ മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരാം. ആമേൻ. എൻ്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ല വരത്തു വലം പാകേ. കർത്താവേ, നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാ ഞങ്ങൾക്കുദ്ധാനം രക്ഷയുമുയരും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവുമേ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മദനായുസ്സും. കീർത്തനങ്ങൾ പാടും മൃതരാം നരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷവരാനന്ദിക്കും. കർത്താവേ, നിൻ സുനിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവരുന്നിൽ ചേർക്കണമേ. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃഗരിൽ ജീവനുദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാപുത്രൻ റൂഹായെ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം.
ആദിമുതൽ നീക്കുവാമേൻ. തെളിവായ എന്നുടെ നാഥാനിൻ തിരുവഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായ എണ്ണി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണ എനിക്ക് മിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ അത്യുന്നതൻ ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുദൃഢനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആമേൻ. ഉന്നത നൃപനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. ഉന്നതനൃപനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. ഉന്നതനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. അന്ത്യമെഴാത്തോരവികലമോദം നുകരാൻ മഹിമാവൊഴുകും മനവരയിങ്കൽ ചേർക്കണമീശോ. ഉന്നതനൃപനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. അഗാധിനെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ വേർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിനു സ്തുതി. ഞാൻ വിളിക്കുന്നു, കർത്താവേ എന്റെ ശബ്ദം കേൾക്കണമേ. പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്കു രക്ഷയുണ്ടാകും? പാപമോദന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ എന്റെ വാഗ്ദാനത്തിലാകുന്നു. ജീവൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. അവൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നീക്കുവാമേ. അകാന്തിന് ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ എന്നിട്ട് തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദലാസനെ വിളിച്ച കർത്താവേ, ആ ശബ്ദം മകനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ പ്രിയപ്പെട്ട ഈ ദാസിയെ വിളിക്കുകയും നിർവർത്തമാ നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞനും നീതിമാനുമായ കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, മരിച്ചവരെ ഗണാപുരം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപുരം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷ മനോർജന മഹിമയുടെ ഏർപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. സർവശക്തനായ ദൈവമേ, വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും അറിഞ്ഞും അറിയാതെ എന്റെ പ്രിയപ്പെട്ട ഈ ദാസി ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും മോചനം നൽകി നീതിമാന്മാർ വസിക്കുന്ന സ്വർഗ്ഗത്തിലേക്ക് വരെ പ്രവേശിപ്പിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എന്നെയോർത്തിനി കരയല്ലേ, ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ. എന്നെയോർത്തിനി കരയല്ലേ, ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ. ഭൂവിൽ നിങ്ങൾ ആനന്ദിക്കാൻ
ദ്യോവിൽ ഞാൻ പ്രാർത്ഥിച്ചിടുന്നു. ഭൂവിൽ നിങ്ങൾ ആനന്ദിക്കാൻ ദ്യോവിൽ ഞാൻ പ്രാർത്ഥിച്ചിടുന്നു. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. ചാമക്കാല ഇടവക കൂട്ടായ്മയിൽ നിന്ന് ഒരു വിശ്വാസി കൂടി നിത്യസമ്മാനത്തിന് വേണ്ടി ദൈവത്തിന് മുമ്പിലേക്ക് യാത്രയാവുകയുണ്ടായി. ഈ മൃതസംസ്കാര ശുശ്രൂഷ സംബന്ധിച്ചുകൊണ്ട് ഇവരുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ദൈവത്തിന് മുമ്പിൽ ഈ ആത്മാവ് നിത്യമായി നിലകൊള്ളുമെന്ന പ്രാർത്ഥനയുടെ തിരുമുൻപിന് നമ്മളും ആയിരിക്കാൻ ശ്രമിക്കുക. എൻ്റെ നിമിഷങ്ങൾ ഈ വത്സര മാതാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ജോസച്ചൻ സന്ദേശത്തിൽ പറയുമെങ്കിലും 6-7 മാസം ഇടവകര വികാരി എന്ന നിലയിൽ പല പ്രാവശ്യം ഈ ഭവനത്തിലേക്ക് കടന്നു വരുവാനും ഈ അമ്മയെ കൂടുതൽ അടുത്തറിയുവാനുമൊക്കെ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കുടുംബത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു സാന്നിധ്യം കുറുമ്പള്ളൂര് കൊല്ലംകുടിയിൽ കുടുംബത്തിൽ നിന്ന് ആരംഭിച്ച് ചാമക്കാല ഇടവകയിലൂടെ വളർന്ന് വീണ്ടും കുറുമ്പള്ളൂർ ഇടവകയിൽ തന്നെ കൂടുതൽ ബന്ധങ്ങൾ മക്കളിലൂടെ കൊച്ചുമക്കളിലൂടെ വളർന്നുപോയൊരു സാഹചര്യം. ഒരു സഹനത്തിന്റെ ദുഃഖപുത്രി എന്ന രീതിയിലൊക്കെ ഈ മാതാവിനെ അറിയുവാൻ സാധിച്ചിട്ടുണ്ട്. തൻ്റെ നന്നേ ചെറുപ്പത്തിൽ തന്നെ തനിക്ക് ജന്മമേകിയ പിതാവിൻ്റെ വിയോഗം, ഏതാണ്ട് 25-26 വയസ്സ് പ്രായമുള്ളപ്പോൾ വിവാഹിതയായതിനു ശേഷം തൻ്റെ 3 മക്കളെ തൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഈ ലോകം വിട്ടുപോയ പ്രിയപ്പെട്ട ഭർത്താവ്, അതിനുശേഷം വീണ്ടും തൻ്റെ പ്രിയപ്പെട്ട 2 ആൺമക്കളെയും അകാല വിയോഗം, മരുമക്കളെയും കൊച്ചുമക്കളെയും എല്ലാം ഉത്തരവാദിത്തങ്ങൾ സ്വയം ഏറ്റെടുത്തുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന ആ പ്രതിസന്ധികളേക്കാൾ ഉപരിയായിട്ട് മറ്റുള്ളവരുടെ വളർച്ചയ്ക്ക് വേണ്ടി മാത്രം ഈ വാത്സല്യനിധിയായ മാതാവ് ജീവിക്കുകയായിരുന്നു. ഈ ജീവിതത്തിൽ ചില പ്രതിസന്ധികളുടെ പല ഘട്ടങ്ങളുണ്ടായപ്പോഴും ഇവർ മുറുകെ പിടിച്ചത് തൻ്റെ വിശ്വാസ ജീവിതമാണ്. ഇന്ന് കൊച്ചുമക്കളുമൊക്കെയായി രാവിലെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഈ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയപ്പോഴും വൈകുന്നേരം കൃത്യം 6:30 എന്ന് പറയുന്ന ഒരു സമയമുണ്ട് എങ്കിൽ ഞങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥിക്കുക, സന്ധ്യാപ്രാർത്ഥനകൾക്ക് ഒരുമിച്ച് ഞങ്ങളെ കൂട്ടി നിർത്തുക എന്നത് അമ്മച്ചിയുടെ ഒരു നിർബന്ധമായിരുന്നു എന്നാണ് പറയുന്നത്. തൊട്ടടുത്തുള്ള മറ്റ് ഇടവകളും സ്വന്തം ഇടവക ദേവാലയത്തിനുമൊക്കെ കഴിയുന്നത്ര വിശ്വാസത്തിന്റെ ആഴപ്പരപ്പുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് ഓരോ ബലിയർപ്പണത്തിലൂടെയും വിശുദ്ധയുടെയും ഒക്കെ മധ്യസ്ഥയാഴ്ചയുള്ള പ്രാർത്ഥനകളിലൂടെയൊക്കെ തന്നെ തൻ്റെ കുടുംബത്തെ തന്നെ പരമേൽപ്പിച്ചവരെ വളർത്തുന്നതിന് വേണ്ടിയുള്ള കരുത്താർജിച്ചെടുക്കുവാൻ ഈ അമ്മയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് ഇന്ന് നമ്മുടെ മുൻപിലും അഭിമാനിക്കാവുന്ന ഒരു മാതൃത്വമായി നിശ്ചലമായി ഈ അമ്മയുടെ സ്ഥാനം നിലകൊള്ളുമ്പോൾ തോന്നുകയാണ്. ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോഴും തളരാതെ ദൈവിക വിശ്വാസത്തിന് ആഴപ്പെട്ടുകൊണ്ട് മുന്നേറേണ്ടതിന് ചില നന്മകൾ ഈ അമ്മ നമ്മുടെ മുൻപിൽ നൽകപ്പെടുമ്പോൾ നമുക്ക് അതിനെ ആത്മാർത്ഥമായിട്ട് ഉൾക്കൊള്ളാം.
എപ്രകാരമാണ് പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് അതിജീവിച്ചുകൊണ്ട് മുന്നേറേണ്ടത് എന്ന ചില ചിന്തകൾ ഇവിടെ ഈ അമ്മ നമുക്ക് നൽകപ്പെടുമ്പോൾ നമുക്കും അതിലെ ചില കണികളിലും നമ്മുടെ ജീവിതത്തിലേക്കും പ്രാവർത്തികമാക്കിക്കൊണ്ട് മുന്നേറാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം, ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും അനുശോചനം ഇവിടെ കുടിക്കുന്ന എല്ലാവരും പേരിൽ ആദ്യമേ നേർന്നുകൊണ്ട് നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ തിരുക്കർമ്മങ്ങളിൽ വീട്ടിലെ ഈ കർമ്മങ്ങളെ പ്രത്യേകമായി വിശ്വാസത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇവരെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അനുദപിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പനിനീരിനെ അവിടുന്ന് ആശീർവദിക്കണമേ. ഈ ജലത്താൽ ഞങ്ങളെ വിശദീകരിക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമളസസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ അവിടുന്ന് ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശ എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപേ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ നിന്റെ ത്രിത്വത്തിന് അനുഗ്രഹം ഞങ്ങളെ സ്തുതിക്കുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. മനുഷ്യ ജീവിതം പോൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അതുകൊണ്ട് നിന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നതിന്റെ മേലെന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താന ഉദ്ധാനം വഴി നവീകരിക്കുന്നതുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിലെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിലെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം എന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതങ്ങൾ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, അങ്ങയില്ലാതെ ആരെനിക്ക് ആശ്രയം. എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മന്നവിധേയരാക്കുകയും ദയാധികതായി ഓർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പോഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആമേൻ. നിന്റെ ദാസിയുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോട് ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസിക്കു വരമിൻ അരുളേണം. കർത്താവ് ദേവനും സ്തുത്യർഹമാകുന്നു.
ആദിപിതാവാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനികൾ കർത്താവ് വിശ്വാസിനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും. അനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മർത്യത പുണരുന്നു. ക്ഷയമുള്ളോനക്ഷയനാകും. മർത്യതയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേൻ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദിമുതൽ എന്നേക്കുമാമേ. മഹിമയുടന്തിമവിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടനെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ നൽകണമേ നിത്യായുസിൻ പരമോന്നതമാം പരിവേഷം. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം. എൻ്റെ സഹോദരരെ, മരിച്ചവരെക്കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോട് കൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിൻ്റെ എതിരേൽപ്പിനായി അവരോട് കൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിൻ്റെ കൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവേൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവേ, എൻ്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. എന്റെ അപേക്ഷ നീ കേൾക്കണമേ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ശംസിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിന് ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയമെടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്ന ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എല്ലാവരും സ്വസ്ഥാനങ്ങളിൽ ഇരിക്കാൻ പറ്റുന്നത് ഇരിക്കുക. മിശിഹായ സ്നേഹമുള്ള ബഹുമാനപ്പെട്ട വികാരി ജോഷി അച്ഛ, മറ്റ് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ കുടുംബാംഗങ്ങളെ, സഹോദരി സഹോദരങ്ങളെ, എൻ്റെ വല്യമ്മയുടെ വീട് തൈക്കാട്ടായി ആണ്. അതുകൊണ്ട് തന്നെ തൈക്കാട്ടും കിഴക്ക് തൈപ്പറമ്പിൽ കുടുംബവുമായിട്ട് ഉള്ള ഒരു ബന്ധം ഉണ്ടായിരുന്നു. ഇവിടെ വന്ന ശേഷം അത് കൂടുതൽ ആഴപ്പെടുവാനായിട്ട് സാധിച്ചു. അതെല്ലാം ദൈവത്തോട് നന്ദിയോടെ ഓർക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഈ അമ്മച്ചി, എലിക്കുട്ടി അമ്മച്ചി, നമ്മൾ ഇന്ന് യാത്രയാകുകയാണ് നിത്യജീവന്റെ കിരീടം വാങ്ങുവാനായിട്ട്. നമുക്ക് സന്തോഷപൂർവ്വം
അഭിമാനത്തോടെ യാത്രയാക്കാം. ബഹുമാനപ്പെട്ട വികാരിയച്ഛന് ആരംഭത്തിൽ പറഞ്ഞു, ഒരു സഹനപുത്രിയായിട്ട് വിശുദ്ധ അൽഫോൻസായെ പോലെ ജീവിതത്തിന്റെ സഹനങ്ങൾ വാങ്ങിയവളാണ്. അത് ആവോളം മധുരത്തോടെ ആസ്വദിച്ചവളാണ്. ആ വിശുദ്ധയുടെ ജീവിത സാക്ഷാത്കാരം നമ്മുടെ പ്രിയപ്പെട്ട അമ്മച്ചിക്കും തമ്പുരാൻ കൊടുക്കുമെന്ന് നമുക്കറിയാം. ഏതാണ്ട് 6 വയസ്സായപ്പോൾ തൻ്റെ വത്സല മാതാവിന്റെ വേർപാട്. പിന്നെ വളർത്തിയത് അമ്മയുടെ അനുജത്തി മറ്റു കുടുംബാംഗങ്ങളൊക്കെയാണ് ഈ അമ്മച്ചിയെ വളർത്തുക. പിന്നീട് ഇവിടെ വന്ന് ഈ കിഴക്കേ തൈപ്പറമ്പില് ഭാര്യയായി ഇവിടെ വന്ന ശേഷം 3 മക്കളെ ദൈവം നൽകി. അതിൽ ഇളയ മകൾക്ക് 1.5 വയസ്സ്, 1 വയസ്സായില്ല. ആ സമയത്താണ് തൻ്റെ ജീവിത പങ്കാളി തന്നിൽ നിന്ന് കുടുംബത്തോട് വിട പറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് യാത്രയാകുക. 3 കൈക്കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ ആഴങ്ങൾ അനുഭവിച്ച് നൊമ്പരങ്ങൾ നമുക്കറിയാം. 3 കുഞ്ഞുങ്ങളെ, അതും വർഷങ്ങൾക്ക് മുമ്പ്, ഈ 3 കുഞ്ഞുങ്ങളെ 65 വർഷങ്ങൾക്ക് മുമ്പ് ഈ 3 കുഞ്ഞുങ്ങളെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് കഷ്ടപ്പാടുകളുടെ അധ്വാനങ്ങളിലൂടെയും ഒക്കെ കടന്നുപോയി ആ മക്കളെ യാതൊരു കേടും കൂടാതെ വളർത്തി പരിപാലിച്ച് അവരെ തക്ക രീതിയിലെ സമയത്ത് അവരുടെ കുടുംബജീവിതത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കുവാനായിട്ട് അതിനുവേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും മറ്റുള്ള ലഭിച്ചെങ്കിലും അമ്മയുടെ ഉത്തരവാദിത്വങ്ങൾ, ഒരപ്പന്റെ ഉത്തരവാദിത്വങ്ങൾ ഈ അമ്മച്ചി അനുഭവിച്ച് സ്വീകരിച്ച ശേഷം അത് വളരെ ഭംഗിയായി നിർവഹിക്കുകയുണ്ടായി. നമുക്കറിയാം, ഈ കാലഘട്ടം 1.5 വർഷം മുമ്പ് തൻ്റെ ഇളയ മകനും 6 മാസം മുമ്പ് മൂത്ത മകനും തന്നിൽ നിന്ന് വേർപിരിഞ്ഞു പോകുമ്പോൾ അമ്മയുടെ വേദന നമുക്കറിയാം. തന്നെ യാത്രയാക്കേണ്ട തൻ്റെ പ്രിയപ്പെട്ട മക്കള് തനിക്ക് മുമ്പേ കടന്നു പോകുക, അത് അമ്മയുടെ വേദന നമ്മൾ എത്ര കഠോരമാണെന്ന് നമുക്കറിയാൻ സാധിക്കും. ആ കഠോരമായ വേദനയും ഉള്ളിൽ അനുഭവിച്ചുകൊണ്ട് ദൈവമേ നീ തന്നു, നീ ഇതെടുത്തു, ദൈവനാമം മഹത്വപ്പെട്ടതെന്ന് ജോബ് പറഞ്ഞതുപോലെ പ്രാർത്ഥിച്ചവളാണ്. ധീരതയോടെ ആ വേദനയും സന്തോഷത്തോടെ യേശുവിന്റെ കുരിശോട് ചേർത്ത് സ്വീകരിച്ചവളാണ് നമ്മുടെ പ്രിയപ്പെട്ട ഈ അമ്മച്ചി. തന്റെ മക്കളെയൊക്കെ വലുതായ ശേഷം പ്രാർത്ഥനയിലൂടെ ആശ്രയിച്ചവള് ജെറീക്കോയിലും തൂവാനീസിലേക്ക് ഉണ്ടായിരുന്നപ്പോ ഞാൻ ഈ പ്രത്യേകം ഓർക്കുന്നുണ്ട്. അവിടെ അമ്മച്ചി പ്രാർത്ഥിക്കാൻ ഈ ചാമക്കാലയിൽ നിന്നും 2-3 ജീപ്പ് നിറച്ച് വിശ്വാസ സമൂഹം അവിടെ വന്ന് പ്രാർത്ഥിച്ച നാളുകള് ഉണ്ടായിരുന്നു. എല്ലാ ആഴ്ചയിലും വരുമായിരുന്നു. ആ കൂട്ടത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ഏലിക്കുട്ടി അമ്മച്ചി ഇവിടെ ഉണ്ടായിരുന്നു. ജെറീക്കോയിലെ പ്രാർത്ഥന എല്ലാ വെള്ളിയാഴ്ചകളിലും ജെറീക്കോ പ്രാർത്ഥനയില് പങ്കുചേർന്നു. അങ്ങനെ തന്റെ വിശ്വാസം ഉള്ളിൽ സൂക്ഷിക്കുക മാത്രമല്ല, അത് പ്രകടമാക്കാൻ, ആ വിശ്വാസം സാക്ഷ്യം വഹിക്കുവാനും ആ വിശ്വാസ ജീവിതം നയിക്കാനും സാധിച്ച ധീരയായ, വിശ്വാസത്തിൽ ആഴം നിറഞ്ഞ ഒരമ്മച്ചിയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുക. ഒരു വിശുദ്ധയായ അമ്മച്ചി, ദൈവത്തിന്റെ സഹനപുത്രി കടന്നു പോകുമ്പോൾ അഭിമാനത്തോടെ നമുക്ക് യാത്രയാക്കാം. ബഹുമാനപ്പെട്ട ഉഴുന്നുംപ്രായ തെക്കുമടത്തിപ്പറമ്പില നമ്മുടെ അച്ഛന് പട്ടം കിട്ടിയ ശേഷം എല്ലാ കൂതാശയും രോഗിലേവനും ഒഴിച്ച് ബാക്കി എല്ലാ കൂതാശകളും നൽകുകയുണ്ടായി. ഇനി രോഗിലേപനം മാത്രമേ ഉള്ളൂ. അമ്മച്ചിക്ക് ആ സമയത്താണ് അമ്മച്ചി പറഞ്ഞത്, എനിക്ക് രോഗിലേപനം കിട്ടിയാൽ കൊള്ളാം. അതുകൊണ്ട് അച്ഛൻ വന്നിവിടെ രോഗിലേപനം എന്ന 7 മാസങ്ങൾക്ക് മുമ്പേ ബോധപൂർവം ഈ രോഗിലേപനം എന്ന കൂതാശ സ്വീകരിച്ച് ദൈവത്തോട് ചേർന്ന്, ദൈവമേ നന്ദി, ഇനി എനിക്ക് സ്വീകരിക്കേണ്ട എല്ലാ കൂതാശകളും ഞാനിതാ സ്വീകരിക്കുകയാണ് എന്നിട്ട് അച്ഛന് നന്ദിയോടെ ചായ എടുത്ത് കൊടുത്ത് ആണ് അമ്മച്ചി യാത്രയാക്കുക. അത്രമാത്രം ആരോഗ്യമുണ്ട്. പക്ഷേ ബോധപൂർവം എൻ്റെ ആരോഗ്യമുള്ള അവസ്ഥയിൽ എനിക്ക് ബോധമുള്ളപ്പോ ഈ കൂതാശ ബോധപൂർവം സ്വീകരിക്കാൻ പ്രിയപ്പെട്ട അമ്മച്ചി അത് പറഞ്ഞു എനിക്ക് വേണം. അങ്ങനെ വേണമെന്നാവശ്യപ്പെട്ട് ആ കൂതാശ സ്വീകരിച്ചുകൊണ്ടാണ് ഈശോയുടെ അത്രമാത്രം ചേർന്ന് നിൽക്കുവാനായിട്ട് സാധിച്ചത്. പ്രിയപ്പെട്ടവരെ, നമുക്ക്
നമുക്കറിയാം സാലിയുടെ അവസ്ഥയിലൊക്കെ സാലിക്ക് വലിയൊരു പിന്തുണ നൽകാൻ അമ്മച്ചിക്ക് സാധിച്ചു. അമ്മച്ചി എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ തീർച്ചയായിട്ടും പ്രിയപ്പെട്ട എല്ലാവരെയും ഈ സമയത്ത് നമ്മൾ ദീർഘിപ്പിക്കുന്നില്ല. അമ്മച്ചിയുടെ ആ വലിയ സ്നേഹം, വിശ്വാസം, അതോടൊപ്പം തന്നെ നന്മ ചെയ്യാനായിട്ടുള്ള ആ വലിയ താല്പര്യം, മക്കളെയും കൊച്ചുമക്കളെയും ഡൽഹിയിലൊക്കെ പോയി വിൻസെന്റ് കൂടെയൊക്കെ പോയി കുറെ നാൾ അവിടെ താമസിക്കുകയുണ്ടായി. അങ്ങനെ കൊച്ചുമക്കളുള്ള സ്നേഹം നമുക്കറിയാം. ഇതെല്ലാം ഈ അമ്മച്ചിയുടെ ആഴമേറിയ വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും അടയാളങ്ങളായിരുന്നു. അപ്പൊ അങ്ങനെ ഇതുപോലെ ധന്യമായ ഒരു ജീവിതം നയിച്ച് ദൈവരാജ്യത്തിലേക്ക് ജീവന്റെ കിരീടം സ്വീകരിക്കാൻ പോകുന്ന അമ്മച്ചിക്ക് യാത്രാഭാവങ്ങള് നേരുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ: നല്ല അമ്മ, എപ്പോഴും പ്രസാദം നിറഞ്ഞ ഒരു അമ്മച്ചി. ഈ കഴിഞ്ഞ ദിവസം വീഴ്ചയ്ക്ക് ശേഷം ഞാനിവിടെ വന്നപ്പോൾ മാത്രമാണ് മുഖത്തെ വേദനയുടെ ആധിക്യ നിമിത്തം ചിരിക്കാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ എപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു അമ്മച്ചിയുടെ ആ ഭാവം അന്ന് മാത്രമാണ് കണ്ടത്. കാരണം അത്രമാത്രം വേദന സഹിച്ച് മോർഫിൻ കഴിച്ചിട്ടാണ് ആ വേദനയെ അല്പമെങ്കിലും തടഞ്ഞു നിർത്താനായിട്ട് കഴിയും. അത്രമാത്രം വേദന നിറഞ്ഞ അവസാനവും വേദനയുടെ ഭാവങ്ങളിലൂടെ കടന്നു പോകുകയാണ്. എങ്കിലും വിശ്വാസം ഹൃദയത്തില് തികട്ടി നിന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തമ്പുരാനെ, നിന്റെ കുരിശിന്റെ അവസാനത്തെ ഒഴുകിയ രക്തത്തിൽ നിന്നും സ്പാനം ചെയ്തുകൊണ്ട് നിന്റെ പക്കലേക്ക് കടന്നു വരുന്ന ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ട വത്സലനിധിയായ അമ്മച്ചിയെ സ്വീകരിച്ച് വലതുഭാഗത്ത് നിർത്തണമേ എന്ന് പ്രത്യേകമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഉള്ള അനുഗ്രഹങ്ങൾ, ആശീർവാദവും നിന്റെ ദാസിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേർപാട് വേദനിക്കുന്ന പ്രിയപ്പെട്ട അന്നമ്മ ചേച്ചിക്ക്, അതുപോലെ മോളി ചേച്ചിക്കും സാലിക്കും, അതുപോലെ മാത്തുചേട്ടനും കൊച്ചുമക്കൾക്കും, പ്രിയ സഹോദരങ്ങളെ, കുടുംബാംഗങ്ങളെ, ചാർച്ചക്കാര് എല്ലാവർക്കും വേണ്ട വികാരിച്ചവരോട് കൂടിക്കുന്ന ഓരോരുത്തരെയും പേരുള്ള അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടും തുടർന്നും നമുക്ക് അമ്മച്ചിക്ക് വേണ്ടി അറിഞ്ഞും അറിയാതെയും ഏതെങ്കിലും കുറവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്ഷമിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയില് സഭയോടൊത്ത് പങ്കുചേരാം. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും നിന്ന് കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായും, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. ഗാഗുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുദ്ധാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായും, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായും, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാന്യതയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായും, നിന്റെ ദാസിയുടെ പാപങ്ങൾ പൊറുക്കുകയും ഇയാളുടെ കുടുംബാംഗങ്ങളെയും ചർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസ പ്രമാണം നമുക്ക് ഏറ്റുചൊല്ലാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും നമ്മുടെ കർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ജാതികളുടെ പാപങ്ങൾ മായ്ച്ചുകളയുകയും ചെയ്യുമാറാട്ടെ. നിന്റെ മഹനീയമായ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും
പിതാമ്പത്തിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുദൃഢനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവന്മാരുടെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവുമ്പത്തിനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരും മർത്താ മറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാ മർത്താ മറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചടലിൽ നെടുവേർപ്പെട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ താണു. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാ മർത്താ മറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാ മർത്താ മറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു. ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി. എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, എലിക്കുട്ടി അമ്മച്ചിയുടെ മൃതസംസ്കാര ശുശ്രൂഷ ഭവനത്തിലെ കർമ്മങ്ങളുടെ പൂർണ്ണമായിരിക്കുകയാണ്. ഇനി ശാമക്കാല ഇടവകയിലേക്കുള്ള വിലാപ യാത്ര ഇവിടുന്ന് ആരംഭിക്കുന്നു. വാഹനങ്ങളിൽ എല്ലാവരും തന്നെ പോവുക. അപ്പോൾ സ്വന്തമായിട്ട് വാഹനമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു വാഹനം ക്രമീകരിച്ചിട്ടുണ്ട്. അതിനും എല്ലാവരും പള്ളിയിലേക്ക് പോകാൻ എല്ലാവരും അതിൽ പങ്കെടുക്കുക. പള്ളിയുടെ പരിസരത്ത് അനുകൂലമായ കാലാവസ്ഥ മഴയില്ലെങ്കിൽ മാത്രം നമ്മൾ അവിടെ കുരിശൻ തൊട്ടിയിൽ നിന്ന് ബോഡി എടുക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ പള്ളിമുറ്റെന്ന് വെച്ചായിരിക്കും എടുക്കുക. അതിൻ്റെ കാലാവസ്ഥ ഇത് നോക്കി മുൻപിൽ പോകുന്നവർ അതിനനുസരിച്ചുള്ള ക്രമീകരണത്തിലൂടെ സഹകരിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേൻ നശ്വരമുലകിൽ വിടുതി എനിക്കായി നൽകിയ വസതി. പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകും ഞാൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതി എനിക്കായി നൽകിയ വസതി. പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു. ശാശ്വത ഭാഗ്യം നരനരുളീടാ കഴിവില്ലാത്തോ എൻ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര.
എന്നും എന്നേക്കും. സഹജന്മാരെ, സ്നേഹിതഗണമേ, യാത്രയിതാ ഞാൻ ചോദിക്കുന്നു, നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. പ്രാർത്ഥിപ്പതിനായി പരിപാവനമാ ദൈവിക ഭവനം പൂകും നേരം സ്നേഹാർദ്രതയാ എൻ പ്രിയജനമേ, അനുദിനമലിവോ ഓർക്കണമെന്നേ. ഭൂമിയിൽ അവർ വിലപിക്കുന്നു, ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമാ നിഷ്പ്രഭമാകും. പോകുന്നു ഞാൻ ലയമിയലാത്തോ ഉന്നതമോസ്ലേ പ്രാപിപ്പതിന. നീ എന്നും നിലനിൽക്കുന്നു, അവരിത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അണയുന്നീശോ മൃതരമകിലർക്കും ജീവനും അതുപോൽ ശരണവും അരുളിയിടാൻ. കർത്താവിനെ ഞാൻ നിരന്തരം പ്രകീർത്തിക്കും. മൃതിയാൽ തന്നെ മൃതിയുടെ കൈപ്പെല്ലാം കഴുകിയ നാഥ നിന്നെ നമിക്കുന്നു. അവൻ ശബ്ദമുയർത്തപ്പോൾ നാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ വിളരും ബ്രദരുടൻ എഴുന്നേൽക്കും. അവന്റെ നാമം എന്നും ധന്യമാകുന്നു. മൃതിയെ മുറപോൽ നാഥൻ അയക്കുന്നു. ദുഷ്ടനമിളയിൽ ശിഷ്ടനും ഒരുപോലെ. ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും. അഭയം കുരിശിൽ കണ്ടവൻ അവസാനം വിധിയുടെ നാളിൽ കൈവരുമാനന്ദം. നീ എന്നെ സൃഷ്ടിച്ചതിന്റെ മേൽ കൈകൾ വെച്ചു. ധൂളിയിൽ നിന്നും ജന്മമെനിക്കേകി. നിന്നെ നമിക്കാൻ നൽകണമുദ്ധാനം. നീതിമാന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശം ഉദിച്ചു. മേഘത്തേരിൽ നാഥനെഴുന്നള്ളും. മൃതരെ വിളിക്കും, ജീവനവർക്കേകും. ചെറിയവരും വലിയവരും പ്രിയരേ നിങ്ങൾ കരയരുതഖിലേശൻ പുനരുത്ഥാനം നൽകാൻ വരുമല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. താതനുമേവം സുതനും റൂഹായ്ക്കും കീർത്തനമെന്നും ഞങ്ങൾ അണയ്ക്കുന്നു. ആദിമുതൽ എന്നേക്കും ഈശോനാഥ മരണവും ഉയരും നിൻ കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം.
സത്യവിശ്വാസത്തോടുകൂടെ ഈ ലോകം വിട്ടുപോയിരിക്കുന്ന നമ്മുടെ സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സൽകൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ഇയാള് ദൈവം നീതിമാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിക്കുമാറാകട്ടെ. മരിച്ചവരെ ഏൽപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തൻ്റെ അനുഗ്രഹത്താലും തൻ്റെ മാതാവായ കന്യാമറിയത്തിൻ്റെ പ്രാർത്ഥനയാലും വിശുക അവരോടുകൂടെയും അയാളെ തൻ്റെ വലതുഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവേ, വാത്സല്യപൂർവ്വം ഞങ്ങളെ സന്ദർശിക്കുകയും കാരുണ്യപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉത്ഥാനം പ്രതീക്ഷ കഴിയുന്ന മരിച്ചവരെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവേ, നിന്റെ പൈതൃകമായ പരിപാലനയെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ പണവിധേയരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉദ്ധാരണത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ നീ മഹത്വമണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമിസ വഴി എന്നെ വിശദീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എൻ്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു കുദാശികൾ എൻ്റെ ആത്മാവിൽ കൃപാവരം ചെയ്യുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എൻ്റെ പിതാക്കന്മാരും ആത്മീയ പാലരുകുമാർന്ന പുരോഹിതരെ, ദൈവജനങ്ങളാൽ എൻ്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്നാകുന്നു പോന്നുവെങ്കിലും എൻ്റെ സ്നേഹം എന്നും നിങ്ങളോട് ഉണ്ടായിരിക്കും. സ്വർഗ്ഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എൻ്റെ സഹോദരരെ, നമ്മെ സൃഷ്ടിക്കുകയും മനവിധേയരാക്കുകയും മനുശേഷം ഉയർപ്പിച്ചക്ഷരാക്കുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെടാനാകട്ടെ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതമിളയിൽ ഓർത്തോർത്തിനെയും നൈരാശ്യമുടെ വിലപിക്കരുതേ. ജീവിതവും അറിയിച്ചുയരും സുവിശേഷത്തിൻ തിരുസന്ദേശം. വാഗ്ദാനങ്ങൾ തിങ്ങിമുഴങ്ങും കാഹളനാദം ആകാശത്തിൻ സീമകളെല്ലാം മുഖരിതമാക്കും. വ്യാഖ്യാനങ്ങൾ ശരിയായി നൽകാൻ നിങ്ങൾക്കിനിയും കഴിവില്ലേതും. സ്ത്രീ പുരുഷന്മാർ അന്തരമിയല ഉത്ഥാനത്തിൽ സ്വർഗം തന്നിൽ ദൂതർ കണക്കെ രാജിക്കുന്നു. മിശിഹാനാഥ, പാപികളെല്ലാം നിൻ കൽപ്പനയാൽ ഉത്ഥിതരായി ഇരുളു നിറഞ്ഞോരവനിയിലെങ്ങും തിരുവുത്ഥാനം ദീപ്തി പരത്തി. ധനികരും ദരിദ്രരും മൃതിയുടെ പൊതുവാം പാതയിലല്ലോ നീങ്ങുന്നുലകിൽ മാനവരില്ല. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവരെ മനോഹരമാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധമാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാവുന്നു. വിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തമായി ശരീരത്തിന് നിന്റെ ദൈവത്തിന്റെ രണ്ടാമത്തെ ആഗമനപരെ വിശ്രമം നൽകേണ്ട കബറിടം നീ പവിത്രീകരിക്കണമേ. ജന്റെ മരണത്തിലെ നാഥനും
പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. സ്വഭാവം കൊണ്ട് നീ എന്നെ തെളിക്കുക, ഞാൻ നിർമ്മലനാകും. അതിലെന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ പ്രാർത്ഥനകളെ പരിമള ധൂപം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങും. സ്ഥലത്തിലെ നാഥനായ ദൈവം ജലയർപ്പിന് മഹത്വത്തോടെ അവസാന ദിവസം തന്റെ വലഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധമായ ഉദാശകലത്തിന് ദൈവത്തിനായ സന്നിധികൾ നിന്നെ സഹായിക്കുമാറാട്ടെ. ജഡയും മരണത്തിലെയും നാഥനും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. മനുഷ്യ നീ പൊടിയാവുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രാർത്ഥിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ല വരത്തുമനം ഭാഗേ. കർത്താവേ നിന്നെ ആശ്രയിച്ചു, കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉത്ഥാനം രക്ഷയും ഉയരും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാവുന്നു, ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും, മൃതരാങ്ങളുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയായി. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്ന് ഓർക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പാവപുത്രൻ റൂഹായി മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹായ ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ജനമെല്ലാം പ്രയത്നിക്കട്ടെ, ഞങ്ങളുടെ മധ്യശരീരങ്ങൾ ഉദ്ധാരം നീങ്ങുന്നു. നാഥ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. ആമേൻ ആമേൻ എന്ന് ഘോഷിക്കുവിൻ. സർവേശ്വരാ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമത്യം പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പൂക്കളും കുന്തിരിക്കുമിട്ട് ഇപ്പോഴേ ഉപചാരം അർപ്പിക്കാനുള്ളവരെ അവസാനം വരെ കാത്തിരിക്കണ. ഇപ്പോഴത്തെ സമയമുണ്ട്, മുന്നോട്ട് ഇത്തിരി കൂട്ടാതെ വന്ന് അതിന്റെ പങ്കാളികളാകും. പാപനിക്ക് പൊറുതി കൊടുത്ത് നമ്മളെ വിശുദ്ധീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മനുഷ്യരെ വിശുദ്ധീകരിക്കണമേ. മാതാകന്മാരോട് നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. മനുഷ്യരെ വർദ്ധിക്കുവാനും അവർക്ക് വിശ്വാസം കൊടുക്കുന്നതുമായ കർത്താവേ, നിന്നെ ആരാധിക്കുകയും പോഴുകയും ചെയ്യും. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവിൻ ദാസീവിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മർദ്ദനമറിയമണിഞ്ഞൊരുവൻ മഹിമാദ്യതയോടെ. മിശിഹാകർത്താവിൻ ദാസീവിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മർദ്ദനമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ. നിർമ്മല ചരിതകളാം സാറായേലീശ മർത്തയോടും കൂടെ
കടശീലുത്ഥാനം നിതരങ്ങനി വന്നരുളട്ടെ കർത്താവകിലേശൻ മിശിഹാകർത്താവിൻ ദാസീവിധിനാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ ഹൃദയോട്ടിലിങ്ങൾ കഥനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ പുനരുത്ഥാനം വരുമല്ലോ മരണമുറക്കം താൻ മിശിഹാകർത്താവിൻ ദാസീവിധിനാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ കാട്ടിൽ തേടി നടക്കുന്ന മാൻമേടയെ പോലെ കർത്താവേ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു മരിച്ചവരെ ഓർപ്പിക്കുന്നവനെ നിന്റെ നാമത്തിന് സ്തുതി. കാട്ടിൽ തേടി നടക്കുന്ന മാൻമേടയെ പോലെ കർത്താവേ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. സജീവനായ ദൈവത്തെ ആരാധിക്കുന്നു. ഞാൻ ഇപ്പോൾ എന്റെ ദൈവത്തെ കാണുന്നു. ഞാൻ കണ്ണുനീര് കുടിക്കുന്നു. എന്തുകൊണ്ടാൽ എന്റെ ദൈവം വിളിയെന്ന് അവർ നിത്യമെന്നെ പരിഹസിക്കുന്നു. എന്റെ ആത്മാവേ നീ എന്നെ നിരാശപ്പെടുന്നു. നീ എന്നെ വിഷാദിച്ചു വിലക്കുന്നു. നീ ദൈവത്തിൽ ആശ്രയിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കാട്ടിൽ തേടി നടക്കുന്ന മാൻമേടയെ പോലെ കർത്താവേ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു മരിച്ചവരെ ഓർപ്പിക്കുന്നവനെ നിന്റെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദാലാസനെ കർത്താവേ ആ ശബ്ദമഹേയമായ നിത്യങ്ങളുടെ ദിവസത്തിന്റെ പ്രിയപ്പെട്ട ദാസിയെ വിളിക്കുന്നതിന് വർദ്ധവാദത്തെ ചെയ്യട്ടെ. പിതാവ് മുതൽ പരിശുദ്ധാത്മാവുമായ പിതാവേ മനുഷ്യരെ ജീവിക്കണമേ. ജീവിക്കുന്നവരെ അവർ പരിപാലിക്കണമേ. ഉദാഹരണ പ്രതീക്ഷകളോട് വഴിപടിയെടുപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനം പിതാവ് മുതൽ പരിശുദ്ധാത്മാവുമായ സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ നീതിമാന്മാർക്കും വിശുദ്ധരോടും കൂടെ ഉത്കർഷമായ മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാനോരശ്രമിലേക്ക് ഈ സഹോദരിയെ പ്രവേശിപ്പിക്കുമാറാട്ടെ. നമ്മൾ ഇന്ന് വേർപെട്ടുപോയ വിശേഷ മതീശ്വരത്തെ അംഗത്തെ അനുഗ്രഹിക്കുകയും ഈ മൃത സംസ്കാരത്തിനനുസരിച്ച് ഇവരെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യത്തിൽ നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും. ഏലിക്കുട്ടിയ മാമയുടെ ഈ മൃത സംസ്കാര ശുശ്രൂഷ സംബന്ധിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും കുടുംബാംഗങ്ങളുടെ പേരിൽ പ്രത്യേകമായി നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഉപചാരം അർപ്പിക്കാൻ ഇനിയുള്ളവരെ തിരക്ക് കൂടാതെ വന്ന് ഉപചാരം അർപ്പിക്കുക. അതിനുശേഷം ഏറ്റവും ഒടുവിൽ കൊച്ചുമകൻ തൂവാലിട്ട് അന്തിമ ഉപചാരം നൽകി മുത്തുക. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും കാപ്പി ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ പാരിശ്രമ സമയത്താണ് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും വൈദികരും പള്ളിമേളയിലെ പള്ളിമുറിയിലാണ് ക്രമീകരിച്ചിരുന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ഏതാണ്ട് 15-20 മിനിറ്റ് കഴിയുമ്പോൾ പള്ളിയിൽ വെച്ച് നാളത്തെ പ്രാർത്ഥന നടത്തുന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. വിട്ടൻ്റെ ദേഹി നിൻഗേഹം പോകുന്ന സമയം കൈക്കൊള്ളണേ നാഥ പുതുതാക്കണേ നീ മണ്ണോടു മണ്ണാകും നേരം എന്നഴലെല്ലാം മഴയാകും സമയം പോകുന്ന
അവസാന വിളിയിൽ ഞാൻ ഉണരാം. ഈ നാദത്തിൻ മാറ്റൊലിനിയില്ലേ, നിൻ സ്തുതികൾ ഉയരത്തിലുയർത്തിടാം. എന്റെ ദേഹേ നിൻഗേഹം പൂക്കുന്ന സമയം കൈക്കൊള്ളണേ നാഥ, പുതുതാക്കണേ നീ മണ്ണോടു മണ്ണാകും നേരം. എന്നഴലെല്ലാം മഴയാകും സമയം വഴിയെല്ലാം ദൂതർ തൻ സംഘം, ഞാൻ അണയാത്ത ദീപത്തിൻ മുൻപിൽ എൻ കനവെല്ലാം കതിരാകും സമയം. ഇനി മായാത്ത വദനത്തിൻ മുൻപിൽ ഗേഹം വിട്ടെൻ്റെ ദേഹേ നിൻഗേഹം പൂക്കുന്ന സമയം കൈക്കൊള്ളണേ നാഥ, പുതുതാക്കണേ നീ മണ്ണോടു മണ്ണാകും നേരം. എന്നഴലെല്ലാം മഴയാകും സമയം ഞാൻ പ്രിയം വച്ച നാടതിലേക്ക് നേരമാ എൻ പ്രിയൻ മുഖം നേരിൽ കാണുവാൻ. യാത്രയാ ഞാൻ പ്രിയം വച്ച നാടതിലേക്ക് നേരമാ എൻ പ്രിയൻ മുഖം നേരിൽ കാണുവാൻ. പറയാതെ അറിയാതെ അകലും
സുഖമോഹങ്ങളെ വിട്ടിട്ട് ശോകമില്ല നാടത്തിൽ വാഴുവാൻ നാടും വീടും കൂടും വിട്ടകന്നിട്ട് ശോഭയേറും വീടതിൽ ചേരുവാൻ സ്വരം കേൾക്കും മാത്രയിൽ എന്നല്ലെല്ലാം മാറിടും നാളത്തിൽ ദൂതന്മാരുമൊത്തു ഞാനും ചേരുമേ എന്നാഥ